പഠനത്തിനിടയിൽ തീവ്ര പരിശീലനത്തിന്റെ നാൾവഴികൾ പിന്നിട്ട 41 കേഡറ്റുകൾ അണിനിരക്കുന്ന പരേഡിന് ഇനി നിമിഷങ്ങൾ മാത്രം. സമാധാനപരവും വികസനോന്മുഖവുമായ ഒരു സമൂഹ സൃഷ്ടിക്കായി അച്ചടക്കം, ഉത്തരവാദിത്വബോധം, സാമൂഹ്യ പ്രതിബദ്ധത, സേവന സന്നദ്ധത തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി വിദ്യാർത്ഥികളിൽ മൂല്യബോധം വളർത്തി നാടിനും വീടിനും സമൂഹത്തിനാകെ തന്നെയും നല്ലൊരു ഭാവി ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി കർമ്മസേനയാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്. അച്ചടക്കം മുഖമുദ്രയാക്കി ദേശസ്നേഹം, പൗരബോധം, സഹജീവി സ്നേഹം, ഭരണഘടനയോട് അങ്ങേയറ്റത്തെ വിശ്വസ്തത, ഉയർന്ന ചിന്താഗതി തുടങ്ങിയ മൂല്യങ്ങൾ നിത്യ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും നിയമത്തെ അംഗീകരിക്കുകയും സ്വമേധയാ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ ആരംഭിച്ച SPC പദ്ധതി ഇന്ന് 16ാം വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. 2008 3 വിദ്യാലയങ്ങളിൽ തുടങ്ങിയ ഈ പദ്ധതി 2010 21 വിദ്യാലയങ്ങളിൽ കൂടി ആരംഭിച്ചു. ഇപ്പോൾ 1000 വിദ്യാലയങ്ങളിൽ ഈ പദ്ധതി വിജയകരമായി പ്രയാണം തുടരുന്നു. ഇന്നിവിടെ നടക്കുന്ന പ്രൗഢഗംഭീരമായ പാസിംഗ് ഔട്ട് പരേഡിന്റെ വേദിയിലേക്ക് എല്ലാ വിശിഷ്ട വ്യക്തികളെയും സാദരം ക്ഷണിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രിയ രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് പാസിംഗ് ഔട്ട് പരേഡ് ആരംഭിക്കുന്നു. പ്രേമചന്ദ്രനാണ് വിശിഷ്ടാതിഥി. ഇപ്പോൾ പരേഡ് ഗ്രൗണ്ടിലേക്ക് എത്തുന്നു. പരേഡ് കമാൻഡറിന്റെ നേതൃത്വത്തിൽ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന ചടങ്ങാണ് അടുത്തത്. വർണ്ണശബളമായ ഈ പാസിംഗ് ഔട്ട് നയിക്കുന്നത് 10A വിദ്യാർത്ഥിയും ശ്രീ ഷാൻ പ്രസാദിന്റെയും ശ്രീമതി സജിത ഷാനിന്റെയും മകളും സൂപ്പർ സീനിയർ കേഡറ്റുമായ കുമാരി മാളവിക S ആണ്. പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡർ 10A വിദ്യാർത്ഥിയും ശ്രീ ഷഹീർ എസിന്റെയും ശ്രീമതി മാജിദയുടെയും മകനും സൂപ്പർ സീനിയർ കേഡറ്റുമായ മാസ്റ്റർ മുഹമ്മദ് ഫൈസലാണ്. 1ാം നമ്പർ പ്ലാറ്റൂണിനെ നയിക്കുന്നത് 10A വിദ്യാർത്ഥിനി ശ്രീ സുനിൽ എസിന്റെയും ശ്രീമതി ഷീന സുനിലിന്റെയും മകളും സൂപ്പർ സീനിയർ കേഡറ്റുമായ കുമാരി സിയ ഫാത്തിമയാണ്. 2ാം നമ്പർ പ്ലാറ്റൂണിനെ നയിക്കുന്നത് 10B വിദ്യാർത്ഥിയും ശ്രീ ബാഹുലയിന്റെയും ശ്രീമതി സുമയുടെയും മകനും സൂപ്പർ സീനിയർ കേഡറ്റുമായ മാസ്റ്റർ ശ്രീശാന്ത് BS ആണ്. ഈ പരേഡിന്റെ പ്രധാന ആകർഷണമായിട്ടുള്ളത് ഫ്ലാഗ് ബെയറേഴ്സ് ആണ്. ഈ പരേഡിന്റെ ഭാഗമായി ദേശീയ പതാകയും SPC പതാകയും വഹിക്കുന്നത് നമ്മുടെ സ്കൂളിലെ സീനിയർ കേഡറ്റുകളായ അയാൻ മുഹമ്മദ്, അവിനാഷ് R, ശ്രീഹരി M എന്നിവരാണ്. പരേഡിന് താളവും മേളവും നൽകുന്നത് നമ്മുടെ സ്കൂളിലെ തന്നെ ബാൻഡ് ടീം അംഗങ്ങളും സീനിയർ കേഡറ്റുകളുമായ ദേവനന്ദ J, ശിഖ ശിവപ്രസാദ്, അമൃത രാജേഷ്, നസ്രിൻ സീധി, ശ്രേയ രാജ് L, പ്രതിക P, അവന്തിക A എന്നിവരാണ്. പരേഡ് കമാൻഡറിന്റെ നേതൃത്വത്തിൽ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന ചടങ്ങാണ് കഴിഞ്ഞത്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ നൽകിയ അഭിവാദ്യം ഏറ്റുവാങ്ങിയ മുഖ്യാതിഥി പരേഡ് കമാൻഡറുടെ അകമ്പടിയോടുകൂടി തുറന്ന വാഹനത്തിൽ ഇപ്പോൾ പരേഡ് പരിശോധിക്കുന്നു.
ദേശീയ ഗാനത്തിന്റെ അലകൾ ഉയരുകയായി. ഈ അവസരത്തിൽ യൂണിഫോമിലുള്ളവർ സല്യൂട്ട് ചെയ്യേണ്ടതും മറ്റുള്ളവർ ആദരപൂർവ്വം എഴുന്നേറ്റ് നിൽക്കേണ്ടതുമാണ്. ഫ്ളാഗ് ബെയറേഴ്സിനെ ദേശീയ പതാകയ്ക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതിനായി പരേഡ് കമാൻഡർ ഓൺ പരേഡിനായി ക്ഷണിക്കുന്നു. നാഷണൽ സല്യൂട്ടിന്റെ കമാൻഡ് ഇപ്പോൾ പരേഡ് കമാൻഡർ നൽകുന്നു. കേഡറ്റുകൾക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നത് നമ്മുടെ ബഹുമാനിയായ ഹെഡ്മിസ്ട്രസ് ശ്രീമതി RK അനിതയാണ്. ഓത്ത് ടേക്കിംഗ് സെറമണി കമാൻഡ് പരേഡ് കമാൻഡർ നൽകുന്നു. ഞാൻ ഉത്തരവാദിത്വ ബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഫ്ളാഗ് ബെയറേഴ്സിനെ പരേഡ് കമാൻഡർ മാർച്ച് ഓഫ് ചെയ്യിക്കുന്നു. പരേഡിനെ ക്ലോസ് ഓർഡർ മാർച്ച് ചെയ്യിച്ച് റൈറ്റ് ടേൺ തിരിഞ്ഞ് പ്ലാറ്റൂണുകളായി ആദരണീയനായ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന ചടങ്ങാണ് അടുത്തത്. പരേഡ് കമാൻഡറും സെക്കൻഡ് ഇൻ കമാൻഡറുമാണ് ഇപ്പോൾ ആദരണീയനായ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോകുന്നത്.
കുമാരി സിയ ഫാത്തിമ നയിക്കുന്ന 1-ാം നമ്പർ പ്ലാറ്റൂണാണ് ആദരണീയനായ വിശിഷ്ടാതിഥിക്ക് ആദരവർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കടന്നു പോകുന്നത്. മാസ്റ്റർ ശ്രീശാ നയിക്കുന്ന 2-ാം നമ്പർ പ്ലാറ്റൂണാണ് ഇപ്പോൾ ആദരണീയനായ വിശിഷ്ടാതിഥിക്ക് ആദരവർപ്പിച്ചുകൊണ്ട് ഈ ഡൈസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പാസിംഗ് ഔട്ട് പരേഡിലെ ഏറ്റവും പ്രൗഢഗംഭീരമായ ചടങ്ങായ റിവ്യൂ ഓർഡർ മാർച്ചാണ് അടുത്തത്. റിവ്യൂ ഓർഡറിൽ കേഡറ്റുകൾ 15 സ്റ്റെപ്പുകൾ മാർച്ച് ചെയ്ത് ഹാൾട്ട് ചെയ്ത് നിലയുറപ്പിച്ച ശേഷം ആദരണീയനായ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. ഇതിനായി പരേഡ് കമാൻഡർ കേഡറ്റുകൾക്ക് കമാൻഡ് നൽകുന്നു. പരേഡിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ ബഹുമാനീയനായ വിശിഷ്ടാതിഥിയെ സ്നേഹാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നരസിംഹവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ 2ാം ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ്. അഭിമാനകരമായ ചുവടുവയ്പ്പുകളോടുകൂടി ഞാനും നിങ്ങളും ദർശിച്ചുകൊണ്ടിരിക്കുന്ന, സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്കൂളുകളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ പരേഡും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ. ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ, അവരെ അഭിസംബോധന ചെയ്യാൻ, അവരുടെ അഭിവാദ്യം സ്വീകരിക്കാൻ അവസരം ലഭിച്ചതിലുള്ള അതിയായ സന്തോഷവും അതിലേറെ അഭിമാനവും ഞാൻ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് അഥവാ SPC എന്ന പേരിൽ 2010 നമ്മുടെ സംസ്ഥാനത്ത് ഈ സംരംഭം ആരംഭിക്കുമ്പോൾ തന്നെ ഞാൻ വളരെ അഭിമാനത്തോടുകൂടി അനുസ്മരിക്കുന്നു. അന്ന് സംസ്ഥാന മന്ത്രിസഭയിലെ അംഗം എന്ന നിലയിൽ കൊല്ലം ജില്ലയിൽ ആദ്യമായി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ ആദ്യ യൂണിറ്റിന്റെ ജില്ലയിലെ ഉദ്ഘാടനം അന്നത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്, സല്യൂട്ട് സ്വീകരിച്ച് സംസാരിച്ചത്. ഈ 14 വർഷക്കാലയളവിനിടയിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സംവിധാനം രാജ്യത്തിനും ലോകത്തിനും മാതൃകയാകുന്ന നിലയിലേക്ക് വളർന്നിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് NSV VHSSലെ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ. അത് സ്റ്റുഡൻസ് കേഡറ്റ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സിന്റെ കേഡറ്റ്സ് ആയിട്ടുള്ള നമ്മുടെ കുട്ടികൾ പോലീസിന്റെയും പട്ടാളത്തിന്റെയും ഒക്കെ വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള മാർച്ചിന് സമാനമായ നിലയിലുള്ള ചുവടുവയ്പ്പുകളുമായി നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയത്. ഇതൊരു ചെറിയ സംഗതിയല്ല. സത്യത്തിൽ ഇതിൽ പങ്കെടുത്ത മുഴുവൻ കേഡറ്റ്സിനെയും ഹൃദ്യമായ മനോഹരമായ അച്ചടക്കത്തോടും ചിട്ടയോടും കൂടി ഈ മാർച്ച് വിജയകരമായി പൂർത്തീകരിച്ച് 2 വർഷക്കാലത്തെ പരിശീലനത്തിൽ നിന്ന് ലഭിച്ച നിങ്ങളുടെ ആ കഴിവും മികവും പ്രകടിപ്പിച്ചുകൊണ്ട് പാസ് ഔട്ട് ആകുന്ന മുഴുവൻ കേഡറ്റ്സിനും
അവരെ അതിന് പ്രാപ്തമാക്കിയ കേരള പോലീസ് സേനയിലെ അംഗങ്ങൾക്കും ഇതിനാകെ നേതൃത്വം കൊടുക്കുന്ന സ്കൂൾ മാനേജ്മെന്റിനും PTA കമ്മിറ്റിക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ, അനുമോദനങ്ങൾ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. ഇവിടെ കമാൻഡിംഗ് ഓഫീസറായി ഈ 2 പ്ലാറ്റൂണിനും നേതൃത്വം കൊടുക്കുന്നത് ഒരു പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ വനിതാ കേഡറ്റാണ് എന്നുള്ളതും ഈ അവസരത്തിൽ പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഇതിന്റെ ലക്ഷ്യം വളർന്നു വരുന്ന പുതിയ തലമുറയിൽ അച്ചടക്കബോധവും രാഷ്ട്രബോധവും അതുപോലെ സന്നദ്ധ സേവന മനോഭാവവും വളർത്തിക്കൊണ്ടുവരിക എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് മഹത്തായി ഈ സംരംഭം ആരംഭിച്ചത്. നാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അച്ചടക്കമുള്ള ഒരു സമൂഹത്തിന് മാത്രമേ പുരോഗതിയും വളർച്ചയും കൈവരിക്കാൻ കഴിയൂ. ഒരു ഡിസിപ്ലിൻഡ് സൊസൈറ്റിയിൽ മാത്രമേ പ്രോഗ്രസ് ഉണ്ടാവൂ, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ലോകരാജ്യങ്ങളുടെ ചരിത്രം പരിശോധിച്ചാലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. സംഘർഷവും ഭീകരവാദവും തീവ്രവാദവും നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരു പുരോഗതിയും വളർച്ചയും ഉണ്ടായില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ കഴിയണം. ഒന്ന്, നമ്മുടെ രാജ്യത്തെക്കുറിച്ചും രാജ്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും നല്ല ബോധ്യവും രാഷ്ട്രത്തിൻ്റെ പുരോഗതിയിലും വളർച്ചയിലും അഭിമാനബോധമുള്ളവരായി തീരണം നമ്മുടെ വളർന്നു വരുന്ന പുതിയ തലമുറ. അതുകൊണ്ടാണല്ലോ രാഷ്ട്രത്തെ മാതൃരാജ്യം എന്ന് വിളിക്കുന്നത്. അമ്മയെപ്പോലെ സ്നേഹിക്കണമെന്നാണ് പിറന്നു വീണ മണ്ണിനെ. വിശ്വാസവും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ രാഷ്ട്രസ്നേഹം വളർന്നു വരുന്ന കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരിക, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച അച്ചടക്കമുള്ള തലമുറയായി പുതുതലമുറയെ വാർത്തെടുക്കുക, അതോടൊപ്പം സാമൂഹ്യ സന്നദ്ധ സേവന തൽപരതയുള്ളവരായി സമൂഹത്തെ കാണാനും അവരെ ചേർത്ത് നിർത്താനും അവരുടെ ദുരിതങ്ങളിലും ക്ലേശങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ കാണാനും അത് പരിഹരിക്കാനും നമ്മുടേതായ സന്നദ്ധ പ്രവർത്തനത്തിലൂടെ സേവനത്തിലൂടെ സഹായിക്കാനും കഴിയുന്ന വികാരമുള്ളവരായി, സാമൂഹ്യ സന്നദ്ധ സേവന മനസ്സുള്ളവരായി പുതിയ തലമുറ മാറണം. ഈ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സംവിധാനം കേരളത്തിൽ ആരംഭിച്ചത്. അത് ഫലം കണ്ടു എന്നതിന്റെ തെളിവാണ് 2018 മഹാപ്രളയമുണ്ടായപ്പോൾ, അതിനുശേഷം 2 വർഷക്കാലം ലോകത്തെ പിടിച്ചുകുലുക്കിയ COVID-19 പാൻഡമിക് ഉണ്ടായപ്പോൾ അന്ന് ഈ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ സേവനം ഫലപ്രദമായി കേരളത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതും ഞാൻ ഈ അവസരത്തിൽ വളരെ അഭിമാനത്തോടുകൂടി സ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ കേഡറ്റ്സ് 2 വർഷക്കാലത്തെ ഇവിടെ അതിന് പരിശീലനം നൽകിയ പോലീസ് ഓഫീസേഴ്സും അതുമായി ബന്ധപ്പെട്ട പരിശീലകരും ഒക്കെ തന്നെ ഇവിടെ സംബന്ധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഈ പരിശീലനം ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ഇന്ന് ഇത്രയും ഡിസിപ്ലിൻഡായി ഒരു ചുവട് പോലും തെറ്റാതെ കൃത്യതയോടെ സൂക്ഷ്മതയോടെ ഈ പാസിംഗ് ഔട്ട് പരേഡിലൂടെ നിങ്ങൾ 2 വർഷക്കാലത്തെ പരിശീലനത്തിലൂടെ സിദ്ധിച്ച നിങ്ങളുടെ ഈ കഴിവ് നിങ്ങളുടെ ഭാവി ജീവിതത്തിനൊരു മുതൽക്കൂട്ടായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതിന് നേതൃത്വം കൊടുത്ത പങ്കെടുത്ത മുഴുവൻ കേഡറ്റ്സിനെയും അവരെ പരിശീലിപ്പിച്ച കേരള പോലീസ് സേനയിലെ പോലീസ് ഓഫീസേഴ്സിനെയും ഇതിനാകെ നേതൃത്വം കൊടുത്ത സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി, സ്കൂൾ PTA കമ്മിറ്റി ഉൾപ്പെടെ എല്ലാവരെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നിറഞ്ഞ നല്ല ഭാവി ആശംസകൾ നേർന്നുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കേഡറ്റുകൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്യുന്ന ചടങ്ങാണ് അടുത്തത്. ആദ്യമായി പരേഡിന്റെ കമാൻഡറായ കുമാരി മാളവിക S ബഹുമാന്യനായ MP-യിൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങുന്നു. അടുത്തതായി സെക്കൻഡ് ഇൻ കമാൻഡർ മുഹമ്മദ് ഫൈസൽ ബഹുമാന്യനായ MP-യിൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങുന്നു. അടുത്തതായി 1-ാം നമ്പർ പ്ലാറ്റൂൺ കമാൻഡർ കുമാരി സിയ ഫാത്തിമ ബഹുമാന്യനായ MP-യിൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങുന്നു.
അടുത്തതായി 2ാം നമ്പർ മഞ്ജിമ എസ്. എൻ റസീന. നിയ എൽസ ബോബി. രമ്യയുടെ മോളെ മറക്കുമല്ല. ശിവാനി എസ്. സൗപർണിക എസ് ബാബു. വർഷ സന്തോഷ്. അഭിനവ് ഗോപൻ. അഭിഷേക് എ. അച്ചു വിനോദ്. ആദിനാരായണൻ എസ്. അജൽ കൃഷ്ണ. ആൽബിൻ ആന്റണി. അമൽ എസ് സുമേഷ്. അമീൻ സയ്യിദ്. ചന്ദ്രജിത്ത്. ഇങ്ങോട്ട് പോവാം. ഫയാസ് അലി മുഹമ്മദ്. ഷാജി അറിയാം. കാർത്തിക് സുനിൽ. മുഹമ്മദ് ആസിഫ്. പ്രജിത് പി. റയീദ് എസ്. ഋഷി പി രാജീവ്. സനുഷ് ബി എസ്. വൈഷ്ണവ് എസ്. വൈഷ്ണവ് വിനയൻ. സ്മൃതി എസ്.
അതൊന്ന് തിരിച്ചു കൊടുത്തിട്ട് പോകും. ബഹുമാന്യനായ MP-ക്ക് ഉപഹാരം നൽകുന്നതിനായി നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പൽ പ്രേംരാജ് സാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ഫ്ലാഗ് ബാരേഴ്സിനെ ഉപഹാരം ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നു. അടുത്തതായി ബാൻഡ് ടീം അംഗങ്ങളെ ഉപഹാരം ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നു. ദേവനന്ദ ജെ, അങ്ങനെ നേരെ എടുക്കുന്നു. ശിഖ ശിവപ്രസാദ്, അമൃത രാജേഷ്, നസ്രിൻ സീധി, ശ്രേയ രാജ്, ശ്രദ്ധാരാജ്, പ്രതിക പി, ഇത് എടുക്കുന്നു. അവന്തിക എ, ശ്രീ സിദ്ദിഖ്, DI ശ്രീ മോനി, DI ശ്രീ മഹേഷ് എന്നിവരെയും മുൻ ADNO ശ്രീ T രാജീവിനെയും ഹെഡ് മിസ്റ്റർ ശ്രീമതി അനിത ആദരിക്കുന്ന ചടങ്ങാണ് അടുത്തത്. SPC ADNO ശ്രീ KS വിജയകുമാർ, SPC ANO ശ്രീ സിദ്ദിഖ്, ഡ്രിൽ ഇൻസ്ട്രക്ടർ ശ്രീ മോനി, ഡ്രിൽ ഇൻസ്ട്രക്ടർ ശ്രീ മഹേഷ്, മുൻ ADNO ശ്രീ T രാജീവ്, പരേഡ് കമാൻഡർ വിശിഷ്ടാതിഥിയോട് പരേഡ് പീൽ ഓഫ് ചെയ്യിക്കാനുള്ള അനുമതി തേടുന്നു. വിശിഷ്ടാതിഥിയിൽ നിന്നും അനുമതി ലഭിച്ച പരേഡ് കമാൻഡർ പരേഡ് പീൽ ഓഫ് ചെയ്യിക്കാനുള്ള കമാൻഡ് സെക്കൻഡ് ഇൻ കമാൻഡറിന് കൈമാറുന്നു. ഇന്നത്തെ ഇവിടുത്തെ ഈ ചടങ്ങ് അവസാനിച്ചിരിക്കുകയാണ്.